Then the next is air volumes and capacities. എന്താ അടുത്തത്? Air volumes and capacities. The amount of air entering into the lungs, remaining in the lungs, etc. during the different types of breathing is called air volumes. The combination of two or more air volumes is called capacities. നമുക്ക് വ്യത്യസ്തമായ ബ്രീത്തിങ് നടത്താൻ പറ്റും അല്ലേ? നമുക്ക് നല്ല സ്ട്രോങ് ബ്രീത്തിങ് നടത്താം, നോർമൽ നടത്താം, നമുക്ക് നന്നായി ഉള്ളിലോട്ട് ഇൻസ്പയർ ചെയ്യാം, അതുപോലെ നന്നായി ഉള്ളിലോട്ട് ഫോഴ്സ് ചെയ്തുകൊണ്ട് എക്സ്പയർ ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് എയർ പുറത്തേക്ക് പോകുന്നു, ഉള്ളിലോട്ട് വരുന്നു, ലങ്സിൽ നിൽക്കുന്നു എന്നതിനാണ് എയർ വോളിയംസ് എന്ന് പറയുക. ഈ എയർ വോളിയംസ് 1, 2, 3 ഒക്കെ കൂട്ടി കിട്ടുന്നതിനാണ് എയർ കപ്പാസിറ്റീസ് എന്ന് പറയുക. In this we have to know different types of air volumes and capacities, but as the focus point we have to know only two. One is the tidal volume, TV, tidal volume. The amount of air inspired or expired during a normal breathing is called tidal volume. നോർമലായിട്ട് നമ്മൾ ഉള്ളിലോട്ട് എടുക്കുമ്പം എത്ര എയർ ആണോ ലങ്സിലേക്ക് കയറുന്നത് അതിനാണ് ടൈഡൽ വോളിയം എന്ന് പറയുക. അത്ര തന്നെയാണ് പുറത്തേക്കും പോവുക. അപ്പം നമ്മളൊരു നോർമൽ എക്സ്പിരേഷൻ നടക്കുമ്പം എത്ര എമൗണ്ട് എയർ ആണോ പുറത്തേക്ക് കളയുന്നത് അതിനാണ് ടൈഡൽ വോളിയം എന്ന് പറയുക. ദിസ് ടൈഡൽ വോളിയം ഈസ് അബൌട്ട് 500 ml. 1/2 ലിറ്റർ ആണ് അങ്ങനെ നോർമൽ ബ്രീത്തിങ് നടക്കുമ്പോൾ നമ്മുടെ ലങ്സിലേക്ക് കയറുകയും ലങ്സിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് അബൌട്ട് 6,000 to 8,000 or 6 to 8 liters per minute. അപ്പോൾ ഒരു മിനിറ്റിൽ 6000 മുതൽ 8000 ml വരെ എയർ നമ്മുടെ ലങ്സിൽ കയറി ഇറങ്ങും, അല്ലെങ്കിൽ 6 മുതൽ 8 ലിറ്റർ വരെ കയറി ഇറങ്ങും. ഇതാണ് ടൈഡൽ വോളിയം. ക്ലിയർ ആയില്ലേ? എന്താണ് ടൈഡൽ വോളിയം എന്ന് പറയാ? എന്താണ് ടൈഡൽ വോളിയം എന്നറിയണം, അതിന്റെ എമൗണ്ട് എത്രയാണെന്നും അറിയണം. ദെൻ സെക്കൻഡ് ഈസ് റെസിഡുവൽ വോളിയം, RV. എന്താ RVയുടെ ഫുള്ള്? റെസിഡുവൽ വോളിയം. ദിസ് ഈസ് ദി എമൗണ്ട് ഓഫ് എയർ റിമൈനിങ് ഇൻ ദി ലങ്സ് ആഫ്റ്റർ എ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ. ഫോഴ്സ് ചെയ്ത് നമ്മൾ എയർ പുറത്തേക്ക് കളഞ്ഞാലും നമ്മുടെ ലങ്സിൽ കുറച്ച് എയർ ബാക്കിയുണ്ടാവും. അതിനാണ് റെസിഡുവൽ വോളിയം എന്ന് പറയുക. നമ്മുടെ ലങ്സിലെ മുഴുവൻ എയർ നമുക്ക് ഫോഴ്സ് ചെയ്ത് പുറത്തേക്ക് കളയാൻ പറ്റൂല. എത്ര നമ്മൾ ഫോഴ്സ് ചെയ്ത് കളഞ്ഞാലും ലങ്സിൻ്റെ ഉള്ളിൽ കുറച്ചുണ്ടാവും. അത് ആദ്യത്തെ ബ്രീത്തിങ്ങിൽ കയറിയതാ. അതിനാണ് റെസിഡുവൽ വോളിയം എന്ന് പറയുക. അപ്പം നമ്മൾ കുറച്ചു നേരം മൂക്ക് പൊത്തിപ്പിടിച്ചാൽ, മുഴുവൻ പുറത്തേക്ക് കളഞ്ഞുകൊണ്ട് പൊത്തിപ്പിടിച്ചാലും ഒക്കെ ഗ്യാസ് എക്സ്ചേഞ്ച് അവിടെ നിന്ന് അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കാരണം അവിടെ കുറച്ചും കൂടെ എയർ ബാക്കിയുണ്ടാവും. അതിനാണ് റെസിഡുവൽ വോളിയം എന്ന് പറയുക. വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദി ലങ്സ് ആഫ്റ്റർ എ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ. ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് 1100 ml to 1200 ml. ഇതെത്രയാ? 1.1 liter to 1.2 liter. This is the residual volume. So these are the two points you have to remember. ആകെ ഇതിനകത്ത് 2 എയർ വോളിയംസേ ഫോക്കസ് ഏരിയ എന്ന് വരുന്നുള്ളൂ. അതുകൊണ്ട് പരീക്ഷയ്ക്ക് വരും കേട്ടോ. രണ്ടും അറിയണം, മറന്നു പോകരുത്. ഡെഫിനിഷനും അറിയണം, ഡെഫിനിഷൻ ചോദിക്കും. ഇവിടെയാണ് ഡെഫിനിഷൻ ചോദിക്കാറ്, അതുപോലെ അതിൻ്റെ എമൗണ്ടും ചോദിക്കും. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഈസ് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ. ഏതടുത്ത്? ഓക്സിജൻ ട്രാൻസ്പോർട്ട്. So one step in the process of respiration is transport of gases through the blood. That transport include both oxygen and carbon dioxide. But for the focus point, we have to know only the transport of oxygen. Oxygen is transported from lungs to tissue.
അല്ലെ? ഓക്സിജൻ ബ്ലഡിലൂടെ എവിടുന്ന് എങ്ങോട്ടാ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്? ലങ്സ് നിന്ന് ടിഷ്യൂലേക്ക്. ഫ്രം ദി ലങ്സ് ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദി ടിഷ്യൂ with the help of hemoglobin present in the RBC of blood. ബ്ലഡിലെ RBCയിലെ ഹീമോഗ്ലോബിൻ ആണ് ഓക്സിജന്റെ ട്രാൻസ്പോർട്ടിനെ സഹായിക്കുന്നത്. എ സിംഗിൾ ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ക്യാൻ carry maximum 4 molecules of oxygen. ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് മാക്സിമം 4 ഓക്സിജൻ മോളിക്യൂൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിയും. ദാറ്റ് ഈസ് ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ഫ്രം ലങ്സ് ടു ടിഷ്യൂ ഇൻ ദി ഫോം ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ. എങ്ങനെയാണ് ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഇൻ ദി ഫോം ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ, HbO2. ദാറ്റ് ഈസ് oxygen reversibly react with the hemoglobin to form oxyhemoglobin. This forward reaction is occurring at the lungs. ലങ്സിലാണ് ഈ ഫോർവേഡ് റിയാക്ഷൻ നടക്കുക. ദാറ്റ് ഈസ് ഇൻ ദി ലങ്സ് ഹീമോഗ്ലോബിൻ റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം ഓക്സിഹീമോഗ്ലോബിൻ. ഇതെവിടെയാണ് നടക്കുക? ലങ്സിൽ. Then this forward reaction is occurring due to high partial pressure of oxygen, due to low partial pressure of CO2 and low temperature and low H+ concentration. 4 കണ്ടീഷനാണ് ഹീമോഗ്ലോബിനും ഓക്സിജനും തമ്മിലുള്ള റിയാക്ഷനെ കൺട്രോൾ ചെയ്യുക. ഒന്ന്, ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ PO2. ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കൂടുതലാണെങ്കിൽ അവിടെ ഓക്സിജനും ഹീമോഗ്ലോബിനും റിയാക്ട് ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. അതേപോലെ ആ റിയാക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സെക്കൻഡ് കണ്ടീഷനാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ കുറവായിരിക്കണം. മൂന്നാമത്തത് ടെമ്പറേച്ചർ കുറയണം. നാലാമത്തത് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷനും കുറവായിരിക്കണം. ഈ 4 കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവിടെ ഫോർവേഡ് റിയാക്ഷനാണ് നടക്കുക. ദീസ് 4 കണ്ടീഷൻസ് ആർ പ്രസന്റ് ഇൻ ദി ലങ്സ്. ലങ്സിൽ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കൂടുതലായിരിക്കും, കാരണം അവിടേക്ക് പുതിയ എയർ ഇങ്ങനെ വരുന്നതാ. അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ കുറവായിരിക്കും, കാരണം അവിടുത്തെ ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് ഇങ്ങനെ റിലീസ് ചെയ്യുന്നതാ. മൂന്നാമത്തേത് അവിടെ ടെമ്പറേച്ചർ കുറച്ച് കുറവായിരിക്കും, കാരണം പുറത്തുനിന്നുള്ള എയർ അവിടേക്ക് ഇങ്ങനെ എപ്പോഴും വന്നു പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവിടെ കുറച്ച് കൂളിംഗ് നടത്തും. ഇപ്പൊ നമ്മുടെ സർഫസിലെ ടെമ്പറേച്ചർ 37 ഡിഗ്രി സെന്റിഗ്രേഡ് ഉണ്ടാവില്ല, കാരണം പുറത്തുള്ള എയറുമായിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഡിസിപ്പേഷൻ നടക്കും. ഇതേപോലെ ലങ്സിന്റെ ഉള്ളിലേക്കും തണുത്ത എയർ കയറി വരും. അപ്പൊ അവിടെ കുറച്ച് ടെമ്പറേച്ചർ കുറവായിരിക്കും. അതുപോലെ അവിടെ H+ കോൺസെൻട്രേഷനും കുറവായിരിക്കും. അപ്പം ഫോർവേഡ് റിയാക്ഷൻ നടക്കും. ഇപ്പൊ ലങ്സിൽ ബ്ലഡ് അതിലേക്ക് ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്ത് ആ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് റിയാക്ഷൻ നടന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ആവും. ഈ ബ്ലഡാണ് പിന്നെ ടിഷ്യൂലേക്ക് പാസ് ചെയ്യുക. When this blood is passing into the tissue, when it is reaching in the tissue, this oxyhemoglobin dissociates into hemoglobin and oxygen. Then that oxygen is diffused from the blood into the tissue. ഈ ഓക്സി ഹീമോഗ്ലോബിൻ അടങ്ങിയ ബ്ലഡ് ടിഷ്യൂലൂടെ പാസ് ചെയ്യുമ്പം ആ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ നടന്ന് ഓക്സിജനും ഹീമോഗ്ലോബിനുമായിട്ട് വേർപിരിയും. ആ ഓക്സിജൻ ടിഷ്യൂലേക്ക് ഡിഫ്യൂസ് ചെയ്യും. അപ്പൊ അവിടെ വരുമ്പം ഇത് എന്തുകൊണ്ടാ ഇതിന്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നത്? ദിസ് ഈസ് ബിക്കോസ് ദി പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ബിക്കം ലെസ്, ബട്ട് പാർഷ്യൽ പ്രഷർ ഓഫ് CO2
PCO2 become high and temperature become high and H plus concentration also become high. ടിഷ്യൂല് ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കുറവായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കൂടുതലായിരിക്കും. അതേപോലെ ടിഷ്യൂല് ടെമ്പറേച്ചർ കുറച്ച് കൂടുതലായിരിക്കും, അതുപോലെ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷനും കൂടുതലായിരിക്കും. അപ്പം ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. എവിടെയാണ് നടക്കുക? ടിഷ്യൂല്. ഇൻ ദിസ് വേ ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ഫ്രം ലങ്സ് ടു ടിഷ്യൂ. ക്ലിയർ ആയില്ലേ? അല്ലേ? Yes. Then in this way, normally 100 ml of blood can carry 5 ml of oxygen. ഈ വിധത്തില് 100 ml ബ്ലഡിന് 5 ml ഓക്സിജനെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. Clear? So here the reaction between hemoglobin and oxygen is controlled by 4 factors and it is mainly controlled by partial pressure of oxygen. ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ ആണ് ഇതിനെ മെയിൻ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത്. Thus when we are plotting the partial pressure of oxygen in the x-axis PO2 and in the y-axis the saturation of hemoglobin with oxygen. ഓക്സിജനുമായിട്ട് ഹീമോഗ്ലോബിന്റെ റിയാക്ഷൻ, അതാണ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കൂടുന്നതിനനുസരിച്ച് സാച്ചുറേഷൻ ഇങ്ങനെ കൂടും, അല്ലേ? അങ്ങനെ ഒരു സിഗ്മോയിഡ് കർവ് കിട്ടും. അങ്ങനെ കൂടി പോകൂല. ഒരു പ്രത്യേക പാർഷ്യൽ പ്രഷർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കും. This curve is called oxygen dissociation curve. ഇതിനാണ് എന്ത് പറയാ? Oxygen dissociation curve. The sigmoid curve obtained by plotting the saturation of hemoglobin with oxygen against partial pressure of oxygen. Partial pressure of oxygen കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടത്തുന്ന ആ പ്രോസസ്സ്, അതിൽ നിന്ന് കിട്ടുന്ന ഗ്രാഫിനാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയാം. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്, അതാണ് അതിന് പറയാം. By noting this oxygen dissociation curve, we can detect the effect of other 3 factors on the saturation of hemoglobin with oxygen. ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ, ടെമ്പറേച്ചർ, ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷന്റെ വ്യത്യാസം വന്നാൽ എങ്ങനെയാണ് സാച്ചുറേഷനെ ബാധിക്കുന്നത് എന്ന് കണ്ടെത്താൻ പറ്റും, ഇല്ലേ? ഒരു ഐഡിയൽ കണ്ടീഷനിൽ ഈ ബാക്കിയുള്ള 3 കോൺസ്റ്റന്റ് ആയി നിർത്തിയിട്ട് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. ഇനി നമ്മൾ അതിന് പകരം കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ കൂട്ടാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് കിട്ടുമ്പോൾ അല്ലേ ഈ പ്രോസസ്സ് കുറയും, അപ്പൊ ഗ്രാഫ് ഇതിന് മാറും. ഇനി അതിന് പകരം കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ കുറക്കുകയാണെങ്കിലോ ഈ സാച്ചുറേഷൻ ഒന്നും കൂടെ കൂടും. അപ്പൊ ഇങ്ങനെ ടെമ്പറേച്ചർ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ, H+ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് ഹീമോഗ്ലോബിന്റെ സാച്ചുറേഷനെ ബാധിക്കുക എന്ന് നമുക്ക് ഈ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ. ഇപ്പൊ എന്താ അറിയേണ്ടത്? ഓക്സിജൻ ലങ്സ് നിന്ന് ടിഷ്യൂലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് ആരാ? ബ്ലഡിലെ ഹീമോഗ്ലോബിൻ. എങ്ങനെ കൊണ്ടുപോവുക? ഓക്സിജനെ ഓക്സി ഹീമോഗ്ലോബിൻ ആക്കി മാറ്റിക്കൊണ്ട്. എവിടുന്നാണ് ഇങ്ങനെ ചെയ്യുക? ലങ്സ് നിന്ന്. എന്തുകൊണ്ടാണ് ലങ്സ് നിന്ന് അങ്ങനെ ചെയ്യുന്നത്? അവിടെ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കൂടുതലാണ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ കുറവാണ്, ടെമ്പറേച്ചർ കുറവാണ്, H+ കോൺസെൻട്രേഷൻ കുറവാണ്. ആ ബ്ലഡ് ടിഷ്യൂലൂടെ പാസ് ചെയ്യുമ്പോൾ ടിഷ്യൂല് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷനാണ്. അവിടെ
ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കുറവാണ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടുതലാണ്, ടെമ്പറേച്ചർ കൂടുതലാണ്, H+ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അതുകൊണ്ട് ആ ഓക്സി ഹിമോഗ്ലോബിൻ ബാക്ക്വേർഡ് റിയാക്ഷൻ, ഡിസോസിയേഷൻ നടന്ന് ഓക്സിജനും ഹിമോഗ്ലോബിനായിട്ട് മാറും. ആ ഓക്സിജൻ ടിഷ്യൂലേക്ക് ഡിഫ്യൂസ് ചെയ്യും. ഇങ്ങനെ 100 ml ബ്ലഡിലൂടെ 5 ml ഓക്സിജൻ കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, ഈ ഗ്രാഫ് തന്നിട്ട് അതിന്റെ പേര് എഴുതാൻ പറയും. എന്നിട്ട് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണല്ലോ ഇവിടെ വരച്ചത് നമ്മൾ. ഈ പാർഷ്യൽ പ്രഷർ ഓക്സിജൻ അല്ലാതെ വേറെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇതിനെ ഇഫക്റ്റ് ചെയ്യാന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഫോർവേഡ് റിയാക്ഷനെ ഇഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താന്ന് ചോദിക്കും. അപ്പൊ ഇത് അറിയണം. ദെൻ നെക്സ്റ്റ് ഈസ് ഡിസോർഡേഴ്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം. ഡിസോർഡേഴ്സ്. There are mainly 3 disorders associated with the respiratory system. One is asthma. എന്താ ആസ്തമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയും അല്ലേ? ഇതിൽ തന്നെ ചിലവർക്ക് ഉണ്ടാവും ചിലപ്പോൾ. This is the difficulty of breathing leading to wheezing due to inflammation of bronchi and bronchioles. നമ്മുടെ ലങ്സിന്റെ ഉള്ളിലൂടെ എയർ കൊണ്ടുപോകുന്ന ട്യൂബുകളാണ് ബ്രോങ്കയും ബ്രോങ്കിയോൾസും. ആ ട്യൂബിൽ ഇൻഫ്ലമേഷൻ വന്നാൽ, അവിടെ വീക്കം വന്നാൽ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൾട്ട് ആവും. അങ്ങനെ ഡിഫിക്കൾട്ട് ആവുമ്പോൾ വീസിങ് നടക്കും, വലിവുണ്ടാവും, ശ്വാസം മുട്ടലുണ്ടാവും. അതിനാണ് ആസ്തമ എന്ന് പറയുക. അപ്പൊ ആ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് leading to wheezing due to inflammation of bronchi and bronchioles. അല്ലേ? അത് ചിലപ്പോൾ ചില പാർട്ടിക്കിൾസ് കൊണ്ടൊക്കെ ഉണ്ടാവും അല്ലേ? അലർജി കൊണ്ടുണ്ടാവും. ദെൻ സെക്കൻഡ് ഈസ് എംഫിസിമ. This is a chronic respiratory disorder in which the walls of alveoli are damaged, resulting in a decrease in the surface area for gas exchange. നമ്മുടെ ലങ് ആൽവിയോളൈ, ലങ്സിലെ വായു അറകൾക്കാണ് ലങ് ആൽവിയോളൈ എന്ന് പറയാം. ആ ലങ് ആൽവിയോളൈൻ്റെ വാളുകള് കൊളാപ്സ്ഡ് ആയി മാറും, നശിക്കും. അതിൻ്റെ ഫലമായി ചെറിയ അറകളൊക്കെ വലുതായിട്ട് മാറും, ഇടയ്ക്കുള്ള വാളൊക്കെ പോയിട്ട്. അപ്പം എന്താവും? ഗ്യാസ് എക്സ്ചേഞ്ചിനുള്ള സർഫസ് ഏരിയ കുറയും. അപ്പം പിന്നെ വേണ്ടത്ര ഓക്സിജൻ ലഭിക്കൂല. ഇതിനാണ് എൻഫിസിമ എന്ന് പറയുക. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ രക്ഷയില്ല. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ ക്രോണിക് ഡിസോർഡർ ഡ്യൂ ടു ഡിസ്ട്രക്ഷൻ ഓഫ് ദി വാൾ ഓഫ് ലങ് ആൽവിയോളൈ റിസൾട്ടിംഗ് ഇൻ എ ഡിക്രീസ് ഇൻ ദി സർഫസ് ഏരിയ ഫോർ ഗ്യാസ് എക്സ്ചേഞ്ച്. ദി മെയിൻ റീസൺ ഓർ കോസ് ഫോർ ദിസ് ഈസ് സിഗരറ്റ് സ്മോക്കിംഗ്. ഇതിനുള്ള മെയിൻ കാരണം സിഗരറ്റ് സ്മോക്കിംഗ് ആണ്. സിഗരറ്റിന്റെ സ്മോക്കിൽ ടാറുണ്ടാവും അല്ലേ? കണ്ടുണ്ടാവും നിങ്ങൾ. നമ്മളൊരു സിഗരറ്റ് എടുത്തുകൊണ്ട് ഒരു കോട്ടൺ തുണിയിലേക്ക്, വെളുത്ത കോട്ടൺ തുണിയിലേക്ക് ഇങ്ങനെ ഊതിയാൽ അവിടെ കറുപ്പ് വരും, കളർ വരും. വീണ്ടും അവിടേക്ക് തന്നെ ഊതിയാൽ നല്ലോണം കറുപ്പാവും. ഒരു 4-5 പ്രാവശ്യം അവിടേക്ക് തന്നെ ഊതിയാൽ അവിടെ നല്ല കറുത്ത കളറുള്ള ഒരു ചെറിയ കെമിക്കൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് ടാറ്. ഇതേപോലെ സ്മോക്കിംഗ് നന്നായി നടത്തിയാൽ ആൽവിയോളൈൻ്റെ വാളിലും ഈ ടാറ് പോയി അടിഞ്ഞു ചേരും. അപ്പം പിന്നെ ആ വാള് നശിക്കും. ഇതിനാണ് എംഫിസിമ എന്ന് പറയുക. ഇത് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്ന ഒന്നാണ് എംഫിസിമ. അതിന് കാരണം സെക്കൻഡ് ഇയറിലും ചോദിക്കാറുണ്ട്. സെക്കൻഡ് ഇയറിലും ഇങ്ങനെ ഒരു പാർട്ട് വരുന്നുണ്ട്. ദെൻ തേർഡ് ഈസ് ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസീസസ്. ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്. എന്താ ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ? ജോബ് അല്ലേ?
ആളുകളുടെ ജോബുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന റെസ്പിറേറ്ററി ഡിസോർഡർ. The workers who are working in certain companies in which dust is produced always, or in stone breaking, there is a continuous release of dust. This dust is inhaled into their lungs. This continuous inhaling of dust leads into fibrosis of lung alveoli. This fibrosis results in the damage of lungs, and it is called occupational respiratory disorders. And so such workers should wear mask to prevent the entry of dust. ഒരാളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന റെസ്പിറേറ്ററി ഡിസോർഡർ ആണ് ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ. എപ്പോഴും ഡസ്റ്റ് പൊടിപടലങ്ങൾ റിലീസ് ചെയ്യുന്ന ഫാക്ടറികളിൽ, ആസ്ബെറ്റോസ് കമ്പനി, സിമെന്റ് കമ്പനി, ദെൻ ക്വാറികളിൽ, സ്റ്റോൺ ബ്രേക്കിംഗ് ക്വാറികളിൽ, അങ്ങനെയൊക്കെയുള്ള ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എപ്പോഴും പൊടിപടലങ്ങൾ ഇങ്ങനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് അതിനെ പ്രിവെന്റ് ചെയ്യാൻ കഴിയാതെ വരും. അങ്ങനെ അവിടെ ലങ് ആൽവിയോളൈൻ്റെ ഉള്ളിൽ സാധാ സെല്ലുകൾ നശിച്ചതിന് പകരം ഫൈബേഴ്സ് ഡെവലപ്പ് ചെയ്യും. ഇതിനാണ് ഫൈബ്രോസിസ് എന്ന് പറയാം. എ കൈൻഡ് ഓഫ് ക്യാൻസർ, ഒരു തരം ക്യാൻസറാണ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. അപ്പം പിന്നെ അതിൻ്റെ ഫലമായി അവരുടെ ലങ്സ് ഡാമേജ്ഡ് ആയിട്ട് മാറും. ഇതിനാണ് ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ എന്ന് പറയുക. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് വേണം? അവരെപ്പോഴും മാസ്ക് ധരിക്കണം. സോ ദീസ് ആർ ദി 3 disorders associated with respiration. They are asthma, emphysema, and occupational respiratory disorders. So this second chapter, breathing and gas exchange, is a simple chapter with only a few focus point, and all of that focus point can be easily remembered. അപ്പോൾ ഇത് ശരിക്ക് വായിച്ചിപ്പോൾ തന്നെ മനസ്സിൽ അവിടെ ഫില്ല് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.